ഹലോ, ഇവിടെ ആരുമില്ലേ? ഹലോ, അയ്യോ ഇതാരാ? ബിനുവേട്ടനോ? ഇത് എപ്പോ വന്ന്? നീ എന്നെ അങ്ങനെ വിളിക്കരുത്. പിന്നെ ഞാൻ എന്താ വിളിക്കണം? നീ എന്നെ ഒരു പുല്ലും വിളിക്കണ്ട കേട്ടാ, മനസ്സിലായില്ലേ? ഞാൻ ആരുടെ ഏട്ടനല്ല. ബിനുവേട്ടൻ അങ്ങനെ അല്ലായിരിക്കും. പണ്ട് പോലെ ബിനുവേട്ടനെ ഞാൻ ഒരു സഹോദരന്റെ സ്ഥാനത്തെ കണ്ടിട്ടുള്ളൂ. ഇടി നിനക്ക് എങ്ങനെ പറയാൻ തോന്നുന്നുണ്ട് വഞ്ചകി? പണ്ട് ഞാൻ വാങ്ങിച്ചു തരണ പാവാടയും ചുരിദാറൊക്കെ വാങ്ങിച്ചു തരുമ്പോൾ നിനക്ക് കുഴപ്പമില്ലായിരുന്നല്ലോ. ഞാനൊരു സഹോദരനായിരുന്നു ആ സമയത്ത് നിനക്ക്. അന്ന് ഞാൻ അങ്ങനെ കാണുന്നേ. ഇപ്പൊ നിനക്ക് എന്താണോ പറയാമല്ലോ. കാര്യം നടക്കണവരെ നാരായണ, കാര്യം കടന്നു കഴിഞ്ഞാൽ പുരായണ. ബിനുവേട്ടൻ എന്നെ തെറ്റിദ്ധരിച്ചിട്ട് ഞാൻ എന്തോ ചെയ്യാനാ? എൻ്റെ ചെറിയ ലോലമായ ഹൃദയത്തെ നോവിച്ചവളാണ് നീ. എനിക്ക് നിന്റെ അടുത്ത് ഒന്നും സംസാരിക്കാനില്ല. പറ, എന്തിനാ വന്നേന്ന് പറ. വന്നേ എന്തിനാന്ന് പറ. ഞാൻ എൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് വന്നതാണ്. എവിടെ നിന്റെ മറ്റേ ഇവിടുത്തെ വേട്ടാവളി എവിടെ? ആര്? എടി നിന്റെ മാപ്പിള എവിടെയെന്ന്. എന്തിനാ അങ്ങനെയൊക്കെ വിളിക്കുന്നേ? ഇല്ല, ഇതിലും മ്ലേച്ഛകരമായിട്ട് ഇനി ഞാൻ നിന്റെ സംസാരിക്കൂ. അവനെ വിളിയാവൻ, വിളി. ഹായ് ചാരുലത, ഹൗ ആർ യു? കുഴപ്പമൊന്നുമില്ല. എന്താ സാറെന്താ ഇവിടെ? ചാരുവിനെ സാറെന്നൊന്നും വിളിക്കണ്ട, ഏട്ടാന്ന് വിളിച്ചാൽ മതി. കേരള പോലീസിനെ ചേട്ടാന്ന് വിളിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അല്ല, കേരള പോലീസിനെ എന്നെ സ്വന്തമായിട്ട് കണ്ടാ പോരെ? അതൊക്കെ വിട് സാർ. കാര്യം എന്താന്ന് പറഞ്ഞില്ല. അതെ, ചാരുവിന് ഞാൻ പറഞ്ഞ അങ്ങ് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. എൻ്റെ ഇഷ്ടക്കേടൊന്നും സാറ് തൽക്കാലം നോക്കണ്ട. സാറ് വന്ന കാര്യം എന്താന്ന് പറയും. അതായത് ഇന്നലെ നിങ്ങൾ ഡ്രഗ് കേസിലെ പയ്യന്മാരെ സ്റ്റേഷനിലോട്ട് കൊണ്ടുവന്നില്ലേ? ആ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിലോട്ടൊന്ന് ഒപ്പിട്. അതിലെന്തിനാ സാർ ഞങ്ങൾ ഒപ്പിടുന്നത്? നിങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്തിട്ടല്ലേ കേസ് എടുത്തിരിക്കുന്നത്. പിന്നെ അവരുടെ പേരിൽ നിങ്ങൾ തന്ന കംപ്ലൈൻറ്റ് ശരിയാണോ എന്ന് നമ്മൾ അന്വേഷിക്കും. എന്നിട്ട് നിങ്ങളെ കോടതിയിൽ വിളിപ്പിക്കും. ഇനി ഞങ്ങൾ കോടതിയിലും വരണോ? പിന്നെ നിങ്ങൾ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ കോടതി വരണ്ടേ? എന്താ മോളെ കാര്യം? ആടാ നിൻ്റെ മോള് കേരള പോലീസിന് കയറി മോളെ എന്നാ? ഞാൻ സാറിനല്ലേ സാറേ വിളിച്ചേ, എൻ്റെ ചാരു മോളെയാണ് വിളിച്ചത്. അമ്മവ ഇന്നലെ അവരെ പോലീസ് പിടിച്ചുകൊണ്ട് പോയില്ലേ? അപ്പൊ അത് കേസ് എടുത്തപ്പോ നമ്മൾ കൊടുത്ത കേസായിട്ട് അവര് ഇത് ചെയ്തേക്കുന്നത്. നമ്മുടെ അടുത്ത് അത് ഒപ്പിടാൻ പറയോ? അത് അതിനെന്ത് കുഴപ്പം? അങ്ങനെ തന്നെ വേണോ? അമ്മാവ അവര് നമ്മളാണ് ഈ കേസ് അവർക്കെതിരെ കൊടുത്തെന്ന് പറഞ്ഞാൽ പിന്നെ അവര് നമ്മളോട് കിടക്കാൻ സമ്മതിക്കുമോ? നമ്മൾ ഉപദ്രവിക്കില്ലേ? പുള്ളിയെടുത്ത് പോയി പറഞ്ഞാൽ അവരുടെ അടുത്ത് തന്നെ കേസ് എടുക്കാനാവും. ഇതെന്തോന്ന് മാറി രഹസ്യം പറച്ചില്ല എന്ത്? അതെ സാറേ, ഇതിപ്പോൾ നമ്മൾ കേസ് തന്നതായിട്ടല്ലാതെ നിങ്ങൾ സ്വയമായിട്ട് എടുക്കുന്നത് പോലെ എടുക്കാൻ പറ്റില്ലേ? അതെങ്ങനെ പറ്റും? അവന്മാരെ പിടിച്ചോണ്ടുവന്ന നിങ്ങളും പവിയും കൂടെ അല്ലേ, നമ്മളല്ലല്ലോ. അതല്ല സാർ, അവർക്കെതിരെ കേസ് കൊടുത്തെന്ന് പറഞ്ഞാൽ അവർ പിന്നെ ഞങ്ങളെ ബാക്കി വെച്ചേക്കുമോ? അതൊക്കെ ഉണ്ടാവും. എന്തും നേരിടാൻ നമ്മൾ തയ്യാറായിരിക്കണം. മനസ്സിലായില്ലേ? വേറെ വഴിയൊന്നുമില്ല സാറേ? വേറെ ഒരു വഴി ഞാൻ നോക്കിയിട്ട് കാണില്ല. കാരണം നിങ്ങൾ പറഞ്ഞ തൊണ്ടി മുതൽ ഇതുവരെ കണ്ടെത്താൻ നമുക്ക് പറ്റിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് കേസെടുക്കാൻ പറ്റില്ല. അതാണ് റീസൺ. നിങ്ങൾക്ക് കേസെടുക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ഒപ്പിടും. എന്നാൽ ഞാൻ അതിൽ ഒപ്പിട്ടോളാം. പക്ഷേ ചാരുവിന് ഡെയിലി കോടതി കയറി ഇറങ്ങേണ്ടി വരും. സാറില്ല, ഇനി ഇതിൻ്റെ പേരിൽ അമ്മാവനെ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്ത് അമ്മാവൻ എന്ത് കോടതി കാണുമ്പോൾ തല ഇറങ്ങും? സാർ എന്തിനിങ്ങനെ അമ്മാവനെ കളിയാക്കുന്നേ? ഞാൻ ഒപ്പിടാന്ന് പറഞ്ഞല്ലേ? ഇവിടെയാണ് ഒപ്പിടണ്ടേ ഫസ്റ്റ് പേജ്? എൻ്റെ അടിയിൽ ഒപ്പൊന്ന് എഴുതിയിട്ടുണ്ടല്ലോ, കണ്ടുകൂടി. പിന്നെ ഒരു പ്രത്യേക കാര്യം, പെറ്റീഷണർ ചാരു ആയതുകൊണ്ട് എനിക്ക് പണി കൂടും. കുഴപ്പമില്ല, പേടിക്കണ്ട. എന്നും പ്രൊട്ടക്ഷന് വേണ്ടി ഞാനുണ്ടാവും ചാരുവിൻ്റെ ഒപ്പം. ഒപ്പിട്ടല്ല, പോട്ടാ.